പെട്ടെന്നൊരു മുറിയിലേക്ക് വന്നിട്ട് ഞാൻ എന്തിനാ ഇപ്പോൾ ഈ മുറിയിലേക്ക് വന്നതെന്ന് ആലോചിച്ച് നിങ്ങൾ നിന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ മൈഗ്രെയിൻ വരുന്ന സമയത്തോ അതിന് ശേഷമോ സാധാരണ പറയുന്ന വാക്കുകൾ പോലും ഓർമ്മ കിട്ടാതെ നിന്നിട്ടുണ്ടോ? ഇത് നിങ്ങൾക്ക് തോന്നുന്ന വെറും തോന്നലല്ല, ഇതിനെയാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. പലരും വിചാരിക്കുന്നത് മൈഗ്രെയിൻ എന്ന് പറയുന്നത് വെറും ഒരു തലവേദന മാത്രമാണെന്നാണ്. എന്നാൽ മൈഗ്രെയിൻ എന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ അവസ്ഥയാണ്. ഈ ബ്രെയിൻ ഫോഗ് കാരണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരിക, ഓർമ്മക്കുറവ്, ചിന്തകൾ ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ തോന്നുക, സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതിരിക്കുക, ഭയങ്കര ക്ഷീണം തോന്നുക, ഇവയൊക്കെ സംഭവിക്കാം. ചിലർക്ക് തലവേദന തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ലക്ഷണങ്ങൾ കാണാം. എന്നാൽ മറ്റു ചിലർക്ക് തലവേദന വന്ന് മാറിയാലും 1-2 ദിവസത്തേക്ക് ഈ മടുപ്പ് നീണ്ടു നിൽക്കാം. ഇതിനർത്ഥം നിങ്ങൾക്ക് ബുദ്ധിശക്തി കുറഞ്ഞെന്നോ അതോ വല്ലാത്ത മറവി വരുവാണെന്നോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. മൈഗ്രെയിൻ സമയത്ത് തലച്ചോറിലുണ്ടാകുന്ന താൽക്കാലിക മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന വെറും താൽക്കാലികമായി വരുന്ന സിംറ്റംസ്, ടെമ്പററി സിംറ്റംസ് മാത്രമാണിത്. അതുകൊണ്ട് ബ്രെയിൻ ഫോഗ് നിങ്ങളുടെ ജോലിയെയോ പഠനത്തെയോ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായി കാണരുത്. കൃത്യമായ ചികിത്സയിലൂടെ തലവേദന മാത്രമല്ല ഈ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതുപോലുള്ള ഹെൽത്ത് ടിപ്പുകൾക്കായി എന്നെ ഫോളോ ചെയ്യും. മൈഗ്രെയിൻ വെറും ഒരു തലവേദന മാത്രമാണെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.